അതിൽ ഈ നമ്മൾ ഹെഡ് ഫുഡ് എക്സാമിനേഷൻ പഠിച്ചപ്പോഴേ നമ്മൾ ക്ലഫ് പാലറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കുട്ടികൾ അല്ലെങ്കിൽ എനിക്ക് പാല് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ അപ്പൊ അതൊരു കാര്യമാണ് കൊണ്ടുള്ളത്. അതൊന്നും അല്ലാതെ തന്നെ പാല് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് വരുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് തണുത്തും ടെമ്പറേച്ചർ കുറഞ്ഞേ ഉണ്ടാകുന്നത് ബ്ലഡ് ഷുഗർ കുറയുമ്പോൾ വരാറുണ്ട് അല്ലെങ്കിൽ അപ്പൊ പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പ്രത്യേക ശ്രദ്ധ എന്തുകൊണ്ടാണെന്ന് നമ്മൾ നോക്കണം. ഓക്കെ. പിന്നെ ഒരു പ്രസവിച്ച ഉടനെ കുട്ടി എത്ര പ്രാവശ്യം ശ്രദ്ധിക്കുന്നത് നമ്മൾ എത്ര പ്രാവശ്യം ആരെങ്കിലും നോക്കില്ല നമ്മളെ ശ്വസിക്കുക പൾസല്ല ഞാൻ പറയുന്നത് ശ്വസിക്കുക. നമ്മളാരും ശ്വസിക്കുന്നത് അറിയേ വരില്ലേ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുക. അപ്പോ നമ്മളൊരു മിനിറ്റിൽ 16 മുതൽ 20 പ്രാവശ്യം അടക്കി ശ്വസിക്കും. ന്യൂബോൺ ബേബിയുടെ നോർമൽ റെസ്പിറേറ്ററി റേറ്റ് 40 മുതൽ 60 വരെ. ഒരു ന്യൂബോൺ പ്രസവിച്ച ഉടനെയുള്ള കുട്ടികള് 60-ൽ കൂടുതൽ പ്രാവശ്യം ഒരു മിനിറ്റിൽ ശ്വസിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയും. അത് നമ്മൾ സാധാരണ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്ന കാര്യം നെഞ്ചിൽ ന്യൂമോണിയ കാണിക്കുന്നു, വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ ഹാർട്ടിന് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ പിന്നെ റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നത് ഒരു അപായ സൂചനയാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്മിറ്റ് റെസ്പിറേറ്ററി റേറ്റ് ഒരു 60-ൽ കൂടുതലുണ്ട്. അപ്പോ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മളാരെങ്കിലും ശ്വസിക്കുന്നത് കാണുന്നുണ്ടോ? നമ്മളറിയില്ലേ ശ്വാസം മുട്ടുമ്പോഴോ? ശ്വാസം മുട്ടുന്നാൾക്കും അറിയാം, കാണാർക്കും അറിയാം അല്ലേ? അപ്പൊ കുട്ടികള് ന്യൂബോൺ ബേബീസിന് ശ്വാസം മുട്ടുന്നത് അറിയാനായിട്ട് എന്താ വഴി? ഒന്ന് റെസ്പിറേറ്ററി റേറ്റ് കൂടും, രണ്ട് അവര് ശ്വാസം വലിക്കുന്ന സമയത്ത് അവരുടെ മസിൽസ് ഇങ്ങനെ ഉള്ളിലേക്ക് വലിയുന്നതാണ്. നെഞ്ഞിന്റെ വാരിയുടെ ഇടയില് അല്ലെങ്കിൽ വയറിന്റെയൊക്കെ മസിൽസിനെ കിടന്നു കാണാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാല് അതിനെ ശ്വസിനെ വീഴുന്നുണ്ടാവും. അപ്പൊ ആ ഉൾവലിയല് മസിൽസിന്റെ ഉൾവലിയല് നമ്മളതിനെ റെസ്പിറേറ്ററി ഡിസ്ട്രസ്, അതായത് ശ്വസിക്കുന്നത് ബുദ്ധിമുട്ടി ശ്വസിക്കുക. ഈ ബുദ്ധിമുട്ടി ശ്വസിക്കുന്നത് കണ്ടാൽ അത് ഒരു അപായ സൂചനയാണ്. സാധാരണ നമ്മൾ കാണുന്ന ലക്ഷണങ്ങളിൽ ഒന്ന് ഒരു 60 മിനിറ്റ് വരെ ശ്വാസഗതി ഉണ്ടാവും, റിട്രാക്ഷൻസ് ഉണ്ടാവും, അതായത് മസിൽസ് ഉള്ളിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഒപ്പം തന്നെ പലപ്പോഴും ജീവനങ്ങൾ ഉണ്ടാവും, ഓക്സിജൻ ലഭ്യത. അതേ കാര്യം തന്നെ ഈ ഇങ്ങനെ പാലിക്കാൻ പറ്റുമോ? ഇല്ല. കുട്ടിക്ക് ശക്തി ചെയ്യാനാണെങ്കിൽ അതിന് സമയം കിട്ടുന്നില്ല, ശ്വസിക്കാനേ സമയം കിട്ടുള്ളൂ. ശ്വാസം മുട്ടുന്ന സമയത്ത് നെറ്റിൽ കൂടി മൂക്കുകൂടി വായുക്കൂടി ശ്വാസം കിട്ടും. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ കുട്ടികൾക്ക് ശ്വസിക്കാൻ പറ്റും. അപ്പം നമ്മുടെ റിട്രാക്ഷൻസ് നോക്കുക, ഈരനിലം വരുന്ന റെസ്പിറേറ്ററി റേറ്റ് നോക്കുക. അതിന്റെ പ്രധാന കുട്ടികളല്ല ഇതിലപ്പം വല്ലാണ്ട് ഈ മസിൽസിനെ നമ്മളൊരു എക്സസൈസ് കുറെ നേരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേദന വരുന്നു. കുട്ടിയുടെ മസിൽ ഇങ്ങനെ കിടന്ന് നിർത്തിയാണ് ശ്വസിക്കുക. അപ്പം അവർക്ക് പെയിൻ എടുക്കാൻ ഇതൊക്കെ അപകട ലക്ഷണങ്ങളാണ്. പിന്നെ നമ്മൾ കാണുന്ന ഒരു കുട്ടികൾക്ക് വരുന്ന കുട്ടികൾക്ക് വരുന്ന ഫിക്സും വലിയവർക്ക് വരുന്ന ഫിക്സും ഒരുപാട് വ്യത്യാസം. ന്യൂബോൺ ബേബീസിന് വരുന്ന ഫിക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കല്ലും കാലും എല്ലാം ഇവർക്ക് വരുന്ന ഫിക്സ് പലപ്പോഴും ഒരുപാട്
ചിലപ്പോൾ എന്ത് വരും വായ ചിത്രമായിരിക്കും ഒരു ഭാഗത്ത് വലിയമായിരിക്കാം ഇങ്ങനത്തെ ചില അബ്നോർമൽ മൂവ്മെന്റ്സ് എന്ന് പറയും അങ്ങനെ നമുക്ക് ഫിക്സിനെ പറയാം നോർമൽ അല്ലാത്ത മൂവ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അത് ഫിക്സ് ആവാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ കുട്ടികൾ ഇങ്ങനെ വെറുതെ വരയ്ക്കണത് കണ്ടു കൈ വരയ്ക്കുന്നില്ല അല്ലേ അപ്പൊ അത് ഫിക്സ് ആണോ അല്ലെങ്കിൽ ഭയങ്കര സംശയമാണ് പലരും ഇത് കണ്ടിട്ട് ഫിക്സ് ആണോ തോന്നിയിട്ട് നമ്മുടെ തോന്നില്ല ഈ ഇതിന് ജിറ്ററിനെസ് എന്ന് പറയും നമ്മള് തണുപ്പ് കൂടുമ്പോഴേ ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ ഈ ഫിക്സിൽ നമ്മൾ വേദനിച്ചറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഒരു വഴി നിങ്ങൾക്ക് വീട്ടിൽ പോകുമ്പോൾ ആരെങ്കിലും നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന കുട്ടിയുടെ കൈയൊന്നും പിടിക്കുന്നുണ്ടാവും ഫിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വിചാരം അതാണ് നമുക്കത് ഫീൽ ചെയ്യാൻ ഈ ജിറ്ററിനെസ് എന്ന് പറയുന്നത് വേറെ ഇത് നിങ്ങൾ പിടിച്ചാൽ അപ്പൊ ഫിക്സിൽ കുട്ടിയുടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫിക്സ് ഫീൽ ചെയ്യാം അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറിന്റെ പ്രശ്നമാണ് കുട്ടികൾക്ക് ഫിക്സ് കൂടുതൽ നേരം നിന്നാൽ ബ്രെയിൻ ഡാമേജ് പിന്നെ അവസാനം നിങ്ങൾക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ CPT ആയിട്ട് മാറി CP എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല നിങ്ങളുടെ ഏരിയയിലൊക്കെ അറിയുന്നുണ്ടാവില്ല അല്ലേ അപ്പം ഫിക്സ് ഒരു ഡേഞ്ചർ സൈൻ ആണ് അപ്പൊ ഏതൊക്കെ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ മൂത്രം അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഹാർട്ട് റേറ്റ് കൂടുതൽ കാണാൻ പറ്റിയ പിന്നെ വേറെ എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര രക്തപ്രസവ ഭയങ്കര പെയിലായിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും വിളർച്ച അമിതമായിട്ട് കാണുകയാണെങ്കിൽ പിന്നെ ഒരു ബ്ലീഡിങ് യൂണിറ്റ് എന്ന് പറയുമ്പോഴ് മലത്ത് കൂടെ ചുടക്കുക ബ്ലഡ് ഒന്നിക്കുക ഇതൊക്കെ കുട്ടികൾക്ക് വരാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ കൂടുന്ന അമിതമായിട്ട് കഴിയില്ല ഇതൊക്കെ ശ്രദ്ധ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ കഴിക്കുന്നത് വേഗം പിന്നെ അത് എന്തുകൊണ്ട് ചോര തുപ്പി എന്നുള്ളത് ഡോക്ടർ തീരുമാനിച്ചു നോർമലി തന്നെ ഇപ്പം ഡെലിവറി സമയത്ത് അമ്മയുടെ ബ്ലഡ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വരെ വോമിറ്റ് ചെയ്യാം പക്ഷെ ഇത് രണ്ടും കൂടി തിരിച്ചറിയുക എന്നുള്ളത് ഡോക്ടറുടെ ജോബാണ് ഇതിനെപ്പറ്റി നിങ്ങൾ തോന്നും സാധാരണ നമ്മൾ പറയുന്ന പിന്നെ പനി മാതിരി തന്നെ ടെമ്പറേച്ചർ കുറയും ഇത് രണ്ടും അപായസ്ഥിതികൾ അപ്പൊ ഏറ്റവും കോമൺ ആയിട്ടുള്ള അപായസ്ഥിതികൾ ഇതിൽ 6-7 ഒന്ന് വെയിറ്റിന്റെ വ്യത്യാസം രണ്ട് ശ്വാസം ടെമ്പറേച്ചർ ജോണ്ടിസ് മെക്കോണിയം ബാധിച്ചിട്ടുണ്ടോ യൂറിൻ ബാധിച്ചിട്ടുണ്ടോ ശ്വാസം വിട്ടുണ്ടോ ഹാർട്ട് റേറ്റ് സാധാരണ നിങ്ങളെല്ലാവരും കൗണ്ട് ചെയ്തിട്ടുണ്ടാവില്ല ന്യൂബോൺ ബോബിയുടെ ഹാർട്ട് റേറ്റ് നമ്മുടെ 100ന്റെ താഴെയാണെങ്കിൽ നമുക്കൊക്കെ ഒരു നമ്മുടെ ഹാർട്ട് റേറ്റ് ആണ് കുട്ടിയുടെ ന്യൂബോൺ ബേബിയുടെ ഹാർട്ട് റേറ്റ് 100ന്റെ താഴെ പോയാൽ നമ്മള 100ന്റെ താഴെ വരാൻ പറ്റും 100ന്റെ താഴെ പോയാൽ നമ്മളത് അബ്നോർമലായിട്ട് നോർമലി 140+. ഇതൊക്കെയാണ് സാധാരണ നവജാത ശിശുവിൽ കാണുന്ന അപായ. പിന്നെ ഞാൻ ഇന്നലെ സിസ്റ്റർ പറയാൻ ഒന്നുകൂടി നീട്ടിയിട്ട് ഒരു കാര്യം കൂടി പറയാം. ഇതേ കാര്യം തന്നെ വലിയ കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കമ്മ്യൂണിറ്റിയിൽ കാണുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ്. കുറച്ചു കാലം മുന്നേ ഏറ്റവും വലിയ പ്രോബ്ലം വയറിളക്കായിരുന്നു. ഇപ്പൊ സംഭവം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വയറിളക്കം അത്ര വലിയ പ്രോബ്ലം അല്ല. നമ്മുടെ ജീവിത രീതിയും ഒക്കെ വന്ന് മാറ്റം പിന്നെ മൊത്തമായിട്ട് ORS ഉപയോഗിക്കുന്നതിനെ ആൾക്കാർക്ക് ORS
രീതിയിൽ എന്തെങ്കിലും വെള്ളം കൊടുക്കണമെന്നുള്ള ബോധമെങ്കിലും വന്നതുകൊണ്ട് ഇതിൽ അന്നൊക്കെ എങ്ങനെ വെച്ചാൽ ഡയറിയ വന്നു കഴിഞ്ഞാൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം പോകുന്നതുകൊണ്ട് വെള്ളം കൊടുക്കും. അപ്പൊ ഈ ഡീഹൈഡ്രേഷൻ ഡെത്ത്സ് ഒക്കെ നമുക്ക് വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പൊ ആ അവസ്ഥയിൽ നമ്മൾ കുറെ മുന്നോട്ട് പോകും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ശ്വാസകോശ ഒരു 80s ഞങ്ങൾ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിന്റെ OP നോക്കി കഴിഞ്ഞാൽ അതിലൊരു 40 കുട്ടികളും വയനാട്ടൊക്കെ ബാക്കി ഇപ്പൊ നേരെ മറിച്ച് ഒരു 20-30% വരുന്ന സാധനം. ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഒരുപാട് കൂടി. ഇപ്പൊ നമ്മളെ ഇതിലെ ഒരു വയസ്സിന്റെ കുട്ടി നിങ്ങൾ കാണും, ചെറിയൊരു പനി ഉണ്ടെന്ന് പറയും. നിങ്ങൾക്ക് ആ കുട്ടിക്ക് ഒരു അപകടകരമായിട്ടുള്ള ന്യൂമോണിയ ആവാൻ സാധ്യതയുണ്ടോ? ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ വളരെ പച്ച മലയാളത്തിൽ കഫക്കെട്ട് എന്ന് പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കഫക്കെട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കുക. ഏറ്റവും വലിയ ലക്ഷണം എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു. ഒരു ഞാൻ ന്യൂബോൺ ബേബിയുടെ കാര്യത്തിൽ പറഞ്ഞു 60ന്റെ മീതി അല്ലേ. സപ്പോസ് ഒരു വയസ്സ് വരെ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 50 തവണയും കൂടുതൽ ശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അർത്ഥമാക്കുന്നതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീ സ്കൂൾ ഏജിനെ മാത്രമാണ്. അതായത് 3 വയസ്സ് മറ്റതൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റില്ല. ചെറിയ കുട്ടികളിൽ ഒരു 50/മിനിറ്റിൽ കൂടുതൽ അതിനൊപ്പം ഈ പേശികൾ ഉൾവലിയ, അമിതമായിട്ട് കരയുക, ഫീഡിങ് ഡിഫിക്കൽറ്റി, ഡീഹൈഡ്രേഷൻ വരാനുള്ള ഫുഡ് കഴിക്കാൻ പറ്റാത്തത്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് ഉടനടി ഹോസ്പിറ്റലിലേക്കുള്ള പ്രശ്നമാണ്. കുറച്ച് സിക്കായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് ഡോക്ടറെ എത്തിക്കാം. സപ്പോസ് ഒരു വയസ്സിന്റെ മീതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50നെ വേണ്ടി 40 ആക്കും. ഈവൻ 40ന് മീതി ആക്കുന്നുണ്ട്. കുറച്ചുകൂടി വലിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനെ 30 ആക്കി കുറച്ചാലും കൊടുത്തിരിക്കുന്നു. 3 വയസ്സ് 4 വയസ്സ്. നിങ്ങൾ ഏറ്റവും പ്രോബ്ലം വരുന്നത് ഒരു ബിലോ 3 years ആണ്. ബിലോ 3 yearsലെ കുട്ടികളാണ് പെട്ടെന്ന് ബാഡ് ആകും. ഫീഡ് ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ അകത്ത് നമ്മുടെ മസിലിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജലത്തിന്റെ ആവശ്യം വാട്ടർ റിക്വയർമെന്റ് അവർ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ. ഈ വയറിളക്കം മാത്രമല്ല ഡീഹൈഡ്രേഷന്റെ കാര്യം. ഇങ്ങനത്തെ അസുഖങ്ങളും അതേമാതിരി ഈ പനിയുള്ള സമയത്ത് മിക്കപ്പോഴും കഫക്കെട്ട് വരുമ്പോൾ ഒരു പനിയില്ല അല്ലെ. പനിയുള്ള അവസരത്തില് ജലത്തിന്റെ റിക്വയർമെന്റ് കൂടുതലാണ്. ഇതെല്ലാം കൂടി വരുമ്പോഴേക്കും കുട്ടികൾ പെട്ടെന്ന് പോകും. അവരുടെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു ജീവനറായി മാറും. അപ്പോൾ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈവൻ ഞങ്ങൾക്ക് ഡോക്ടേഴ്സിനാണെങ്കിൽ തന്നെ ഈ പീഡിയാട്രീഷ്യൻസും വെറ്ററിനറി സർജൻസ് പറയുന്നത് ഞങ്ങളുടെ രണ്ടുപേരും ജോലി സമയം ഞങ്ങളുടെ ഏറ്റവും വലിയ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണു മാത്രം, ബാക്കിയൊക്കെ ഒരു അലങ്കാരം. ഈ കണ്ണൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഏറ്റവും നമ്മൾ നോക്കേണ്ടത് ഇതാണ്. അത് പക്ഷേ ഇങ്ങനെ കണ്ടു കണ്ടിട്ട് നമുക്ക് വേണ്ടി റൂമിൽ പേഷ്യന്റ് വരുമ്പോഴേ പറയാൻ പറ്റും. ഏറ്റവും ആയിട്ടുള്ള പ്രോബ്ലം ഈ ശ്വാസമുട്ടിന്റെ കഴിയുമ്പോൾ ബ്രീത്തിങ്. അതായത് നമ്മളാരും ശ്വസിക്കേണ്ടത് അറിയില്ല. അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കുന്നത് നമുക്ക് അറിയാം. പിന്നെ പലപ്പോഴും കുട്ടികൾ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ ഈ ശ്വാസം മുട്ടിപ്പിടുക അതിൽ പലപ്പോഴും വയറ് വേദനിക്കണമെന്നല്ല വരിക. ഈ വയറ് വേദനിക്കുന്നത് വയറിന്റെ അസുഖമൊന്നും അറിയാം, ശ്വാസം മുട്ടിയിട്ട് മസിലും. ഏറ്റവും കുട്ടികളുടെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണമാണ് ശ്വാസഗതിയിലുള്ള പറയാനുള്ള കാര്യം
കമ്മ്യൂണിറ്റിയിലെ ഡെത്ത്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത് അതിന് മാക്സിമം ആൾക്കാർക്ക് കവറേജ് കൊടുക്കേണ്ടത് മാത്രമാണ്. പക്ഷെ നമ്മൾ ഇതിൽ കവർ ചെയ്യാത്ത ചില അസുഖങ്ങളുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ മംസ് കണ്ടിട്ടുണ്ടാവും. അത് MMR വാക്സിൻ സമൂഹ UIP വന്നിട്ടില്ല. അത് വരൂണ്ടാവും. വരാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പുതിയ വാക്സിൻ ഒരു പ്രോഗ്രാമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒന്ന്, ആ അസുഖത്തിനെ കൊണ്ട് ഡെത്ത്സ് ഉണ്ടോ, ഒരു മേജർ ഇമ്പാക്ട് സൊസൈറ്റിയില് ഈ അസുഖത്തിനെ കൊണ്ട് വരുന്നുണ്ടോ. രണ്ട്, ഇത്രയും വാക്സിൻസ് നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്നു, അത് നമുക്ക് ഡെലിവറി പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതെല്ലാം പറ്റുന്നത് മാത്രമല്ലേ ഒരു വാക്സിൻ നാഷണൽ ഷെഡ്യൂളിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതാണ് ഈ മംസ് വാക്സിൻ നാഷണൽ ഷെഡ്യൂളിൽ വരാത്തത്. മംസ് ഈസ് നോട്ട് ഒരു ഡെത്തിന്റെ കോസ് അല്ല. നേരെ മറിച്ച് മീസിൽസ്, ബ്രോങ്കോന്യൂമോണിയ, ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുമ്പോഴാരും ശരിക്കുള്ള മീസിൽസ് കണ്ടിട്ടില്ല. ഈ മീസിൽസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര അസുഖമായിരുന്നു. എന്റെ മീസിൽസ് വാക്സിൻ കേരളത്തിൽ വരാൻ തുടങ്ങിയത് 84-ലാണ്. അന്ന് ഇതേമാതിരി വളരെ അപൂർവമായി. ആക്ച്വലി 1987 യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു സാധനം, UIP പ്രോഗ്രാം. അതിലാണ് ആദ്യമായിട്ട് മീസിൽസ് വാക്സിൻ എല്ലാവർക്കും കൂടി കൊടുക്കാൻ തുടങ്ങിയത്. അതുവരെ മീസിൽസ് വാക്സിൻ ആർക്കും കൊടുക്കില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ക്യാമ്പിൽ മീസിൽസ് വളരെ കോമൺ ആയിരുന്നു. ഈ മീസിൽസ് എന്ന് പറയുന്നത് പനിക്കൊപ്പമായിട്ടുള്ള റാഷൊന്നുമല്ല. മീസിൽസ് വളരെ സിവിയർ ആയിട്ടുള്ള അസുഖമാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം അതിനെ തുടർന്നിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ. മീസിൽസ് വാസ് an important cause of pneumonia deaths. മീസിൽസ് കഴിഞ്ഞിട്ട് വരുന്ന ബ്രോങ്കോന്യൂമോണിയകൾ ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് മീസിൽസ് കഴിഞ്ഞിട്ട് TB, കുട്ടികളിൽ വരുന്ന TB വളരെ രൂക്ഷമായിട്ട് TB മെനിഞ്ചൈറ്റിസ്, തലച്ചോറിനെയും ഒക്കെ ബാധിച്ചിട്ട് വരുന്ന TB മരണങ്ങളും കുട്ടികളിൽ വളരെ കോമൺ ആയിരുന്നു. അതിന് പുറമെ മീസിൽസിന്റെ ഈ വൈറ്റമിൻ എ നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഈ വൈറ്റമിൻ എ എങ്ങനെ കൊടുക്കാൻ തുടങ്ങിയതെന്നറിയോ? ഈ മീസിൽസ് ഒരുപാട് മീസിൽസിന് പ്രത്യേകതയുണ്ട്. മീസിൽസ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഇതിന്റെ സിവിരിറ്റി കൂട്ടും. അതിന് പുറമെ മീസിൽസ് ഉള്ള കുട്ടികളിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മീസിൽസ് വളരെ തീവ്രമാണ്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഇല്ലാത്ത കുട്ടികളുടെ അത്ര തീവ്രത വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഇല്ല. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വരുന്ന മീസിൽസ്, ന്യൂമോണിയ, ഡെത്ത്സും കോംപ്ലിക്കേഷൻസും ഒക്കെ വരാനുള്ള സാധ്യത വളരെ. അങ്ങനെയാണ് 1980s ഈ യൂണിവേഴ്സൽ വൈറ്റമിൻ എ പ്രോഗ്രാം കേരളത്തിൽ വന്നത്. അതിൻ്റെ ഒപ്പം നമുക്കൊക്കെ ഒരുപാട് ബ്ലൈൻഡ്നെസ്, ഞാനൊക്കെ ഒരുപാട് കെരറ്റോമലേഷ്യ ഒക്കെ കണ്ടിട്ടുണ്ട്. ഈ സാധനം ഒരുപാട് കണ്ടിട്ടുണ്ട്. വൈറ്റ് സ്പോട്സ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്റെ കണ്ണിലാണ്. ഇത് ഹൈബ്രൈറ്റേഴ്സൊന്നും അല്ല. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികളുടെ കാഴ്ച ശക്തി പൂർണ്ണമായിട്ട് നശിക്കാറുണ്ട് ഈ മീസിൽസിനെ തുടർന്ന്. മീസിൽസ് പറഞ്ഞ കുട്ടികൾക്ക് ഇൻവാരിയബിളി വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൂടുതലാണ്. അപ്പൊ നമ്മൾ മീസിൽസ് വരുന്ന കുട്ടികളെ ചികിത്സിക്കാനായിട്ട് അത് കരുതുമ്പോൾ വൈറ്റമിൻ എ ഇഞ്ചക്ഷൻ കൊടുക്കും. ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഈ വൈറ്റമിൻ എ പ്രിവെൻഷൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം, ഇപ്പോഴത്തെ ഈ പ്രോഗ്രാം, അതായത് 6 every 6 months below 6 years പ്രോഗ്രാം അല്ലേ നടത്തുന്നത് അല്ലേ? 66,000 മൈക്രോഗ്രാംസ് അല്ലേ? അത് സ്റ്റാർട്ട് ചെയ്തത് it was in 1980s, early 80s when I was doing my research. അതുവരെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ആ സമയത്താണ് കേരളത്തിൽ ICDS പ്രോഗ്രാം തന്നെ വന്നത്. 70s ആദ്യം കേരളത്തിൽ ICDS പ്രോഗ്രാം സ്റ്റാർട്ടഡ് ഇൻ വേങ്ങരാപ്പാറ. അവിടെ സർവേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രൊഫസർ ഉണ്ടായിരുന്നു ഡോക്ടർ KC രാജഗോപാൽ. സാറായിരുന്നു ആദ്യത്തെ കൺസൾട്ടന്റ്.
പുള്ളിക്ക് IBS ഒരു ഇനോവായിട്ട് വരും. നമ്മുടെ നിങ്ങളിപ്പോ സാധനം ചിന്തയാകാതെ ഏറ്റവും തന്നെ മാർഗം ICDS പോവാം. നമ്മളെ ഇത് ചെയ്താൽ ഇന്ത്യ അന്ന് ഞങ്ങൾ സെക്കൻഡ് ബ്ലോക്ക് കേരള ഇടപെട്ട സർവേക്ക് ഇപ്പോഴത്തെ പ്രോജക്ട് ടീം ലോഞ്ച്. ആ സമയത്താണ് ഈ വൈദ്യുതി ഈ പ്രോഗ്രാമിന് ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത് വെച്ചാൽ ഇങ്ങനെ ഇതിൽ ഗവൺമെന്റിൽ അല്ലാത്ത കുറച്ച് വാക്സിൻസ് ഉണ്ട്. അത് പക്ഷേ യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ്. അതിന്റെ അർത്ഥം ഈ വാക്സിൻസ് ഇമ്പോർട്ടന്റ് അല്ല. ഈ വാക്സിൻസ് ഒക്കെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ മംസിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങളൊക്കെ അനുഭവിച്ചു അല്ലേ? നമ്മൾ കേരളത്തിൽ എന്താ പ്രശ്നം പറ്റുന്നത്, നമ്മൾ ഈ കുട്ടികളെ ഒരുപാട് ബോധേണ്ടാണ്. അപ്പൊ നമ്മൾ പറയും സർക്കാർ എന്താ ഈ വാക്സിൻ ഇടുന്നാൽ ഈ വാക്സിൻ സർക്കാർ ഇടുന്ന പോലില്ല. ഇപ്പൊ സർക്കാരിന് തെളിയും കഴിഞ്ഞാൽ എല്ലാത്തിനും എത്തിക്കാൻ പറ്റില്ല. അത് അതിനെക്കൊണ്ട് ടെസ്റ്റ് പോകുന്നില്ല. റുബെല്ല എന്തിനു വേണ്ടിയാ തുടങ്ങിയത്? MR വാക്സിന്റെ റുബെല്ലയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് റുബെല്ല പ്രഗ്നൻസി വന്നു കഴിഞ്ഞാല് അത് കുട്ടികൾക്ക് മാരകമായ ഡാമേജ് ഉണ്ടാകും. അത് എയിം ചെയ്യുന്നത് റുബെല്ല കുട്ടികളെക്കാട്ടും മാരകമാകുന്നത് പ്രഗ്നന്റ് ലേഡീസിന് റുബെല്ല വന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കുട്ടികളിൽ കാറ്ററാക്ട് നമുക്ക് ഒരു വഴിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് ഈ ഡാമേജ്. അപ്പൊ അതുകൊണ്ടാണ് MR വാക്സിൻ വരെ ആ മീസിനൊപ്പം റുബെല്ല തേച്ചുകൂടാൻ കാരണം. അങ്ങനത്തെ ഒരു പ്രശ്നം മനസ്സിലില്ല. അതുകൊണ്ട് ഇവർ അപ്പം ദയവ് ചെയ്ത് MMR ആലോചിച്ച് വേണമെന്ന് പറഞ്ഞത് ബ്ലഡ് ആണോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ MR-ഉം MMR-ഉം ഒന്നാണെന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത് അത് രണ്ടും രണ്ടാണ്. MMR-ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? അതിന് സൊല്യൂഷൻ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ MR വാക്സിൻ നിങ്ങൾ 9 മന്തിൽ കൊടുക്കും അല്ലേ? അറ്റ്ലീസ്റ്റ് ആ 15 മന്ത്സിന്റെ ഡോസും 4.5 ഇയേഴ്സിന്റെ ഡോസും ആരെങ്കിലും MMR കൊടുക്കാറുണ്ട്. അതിനെ മിസ്കറേജ് ചെയ്യും. Because mumps vaccine may not be very effective if you give it in 9 months. So MMR 9 months in പക്ഷേ 15 മന്ത്സിൽ 4.5 MMR കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് കൊടുത്തോട്ടെ. അത് വേണ്ടാന്ന്. അതേമാതിരി തന്നെ there are more vaccines. ഇപ്പോൾ നിങ്ങളൊക്കെ PCV കൊടുക്കുന്നുണ്ട് അല്ലേ? ഈ PCV ഞാൻ കൊടുക്കാണെങ്കിൽ 2005. പക്ഷെ അന്ന് ഈ പറഞ്ഞ മാതിരി അതിനെ എല്ലാവരും ഒരു ഓപ്ഷണൽ വാക്സിൻ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് വേണ്ട അത് വേണ്ടാന്നിട്ടല്ല ഗവൺമെന്റ് സർവീസ് കൊടുക്കാത്തത്. ഗവൺമെന്റ് ഒരുപാട് ലോജിസ്റ്റിക് ഇഷ്യൂസ് ഉണ്ട്. ഒന്ന് അത് അത്രയും വാക്സിൻ കിട്ടണം. ഇപ്പൊ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് PCV ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇമ്പോർട്ട് ചെയ്ത വാക്സിൻ എല്ലാവർക്കും എത്തിക്കാൻ പറ്റില്ല. When India started producing PCV, കൊടുക്കാൻ പറ്റും. ഇത് ലോജിസ്റ്റിക്സ് നമുക്ക് കൊടുക്കാതെ ഡിക്ലെയർ ചെയ്തിട്ടല്ലേ എത്തിക്കേണ്ട പ്രശ്നം ഉണ്ടല്ലേ? അതിന് ലഭ്യത ഉറപ്പുവരുത്തിയിട്ടല്ലേ പ്രോഗ്രാം ഇടാൻ പറ്റുള്ളൂ. അത്രയും മാംസ വാക്സിൻ നമ്മുടെ നാട്ടിൽ ഒരു ഡോസ് കൊടുത്തിട്ട് അടുത്ത ഡോസ് കൊടുക്കാൻ പറ്റില്ല. എല്ലാവരും പിന്നെ കുറ്റപ്പെടും അല്ലേ? ഈ ലഭ്യത ഉറപ്പാക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം മാംസ വാക്സിൻ നിങ്ങളുടെ പ്രോഗ്രാമിൽ വരുന്നെങ്കിൽ കുറെ കാലം കഴിയുന്നത് ഇപ്പൊ മാംസം വേണ്ടാന്ന് കഴിയുന്നത്. ഇപ്പൊ അതേമാതിരി തന്നെ PCV വാക്സിൻ, റോട്ടാ വൈറസ് വാക്സിൻ, ഇതൊക്കെ ഇപ്പൊ ഗവൺമെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നു. അപ്പൊ ഒരു സമയത്ത് വരുമായിരിക്കും. പക്ഷെ ഇതൊക്കെ റോട്ടാ വൈറസ് വാക്സിൻ എന്തിനാ വന്നത്? ഡയറിയ. ഞാൻ പറഞ്ഞില്ലേ 80s ഏറ്റവും വലിയ കോഴ്സ് എടുക്കുന്ന ഡയറിയ. ആൻഡ് ഒരു 30% or 40% of diarrhea below 1 year is caused by rotavirus. Three complicated importance are. So Palakkad Jilla Aspathriile I had been there 97 to 2000 Aspathriile. ആ സമയത്ത് നിങ്ങൾക്ക് ഡയറിയ വാർഡ്
വാർഡിന്റെ ഒരു മേജർ പോർഷൻ ഡയറിയിലാണ്. മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ ഒരു വലിയ വാർഡ് ഡയറിയെ മാത്രം. ഇപ്പൊ ഡയറി ORS റോട്ടാവൈറസ് വാക്സിനും എല്ലാം കൂടിയിട്ട് എണ്ണം വല്ലാണ്ട് പോകുന്നു. പിന്നെ ആൾക്കാരുടെ അതേമാതിരി ഈ പാറ്റേണിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് തരുന്ന വാക്സിൻസിന് വ്യത്യാസം വരാം. ഇതൊക്കെ ഈ ഓപ്ഷണൽ എന്നൊരു വാക്കുണ്ട്. ഓപ്ഷണൽ എന്താണ്? അല്ലെ? ആ ഓപ്ഷൻ എന്നുള്ള വാക്കിനെ മാറ്റിട്ട് ദയവ് ചെയ്ത് അഡീഷണൽ നൽകും. അതായത് സാധാരണ കൊടുക്കുന്നതിൽ അധികമായിട്ട് കൊടുക്കും. ഈ ഓപ്ഷൻ എന്നുള്ള വാക്ക് ഭയങ്കര അർത്ഥമാണ്. ഈ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും എന്താ വേണോ? ഓപ്ഷണൽ അഡീഷണൽ അതൊന്നും നിങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളണം. നിങ്ങളാണ് സമൂഹത്തിൽ ഒരുപാട് ചിക്കൻ ബോക്സ് വാക്സിൻ ഉണ്ട്. കുട്ടിയുടെ കുട്ടിക്ക് 10ാം ക്ലാസ് ചിക്കൻ ബോക്സ് നിങ്ങൾ അന്നത് ഓപ്ഷണൽ ആവുമെന്ന് ഞാൻ എടുക്കുകയാണ്. എന്താ പറയുക, ഓപ്ഷണൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന എടുക്കുക. ഗവൺമെന്റിനോട് ഇത്രയും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തേക്ക്.